നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോശങ്ങളെക്കുറിച്ചാണ്. എന്താണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം, എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നിവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആയ പ്ലാന്റ്സിലെയും ആനിമൽസിലെയും സെൽസിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന് ഉദാഹരണമാണ് ആനിമൽസും പ്ലാന്റ്സും. എന്നാൽ ഇവയുടെ ഘടനയെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലല്ല. അതായത് പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ആനിമൽസിൽ കാണപ്പെടുന്ന സെൽസുകളാണ് നാഡീകോശങ്ങളും അതുപോലെ രക്തകോശങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ടൈപ്സ് ഓഫ് സെൽസ് ആണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ തുടങ്ങിയവയെല്ലാം. അപ്പോൾ നമ്മളിവിടെ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്, പൊതുവെ പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും തമ്മിൽ കാണുന്ന ചില വ്യത്യാസങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ട് പ്ലാന്റ് സെൽസിൽ ആനിമൽ സെൽസിൽ ഇല്ലാത്ത ചില ഘടകങ്ങൾ, അതായത് ചില കോശാംഗങ്ങൾ കൂടുതലായിട്ടുണ്ട്. അതിലൊന്നാണ് ക്ലോറോപ്ലാസ്റ്റും സെൽവാള് തുടങ്ങിയവ. ഇത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് നിറം നൽകുന്ന വസ്തുവാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകം എന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ഒരു അംഗം കൂടി, കോശാംഗമാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സെൽവാള്. സെൽവാളെന്ന് അഥവാ കോശഭിത്തി എന്ന് പറഞ്ഞാൽ അത് പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇവ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇവയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽ മെംബ്രെയിന് പുറമെ ഒരു ആവരണമായിട്ട് നിന്ന് നമ്മുടെ പ്ലാന്റ് സെൽസിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഈ സെൽവാളിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് സെൽസിലും ആനിമൽ സെൽസിലും ഒരുപോലെ കാണപ്പെടുന്ന മറ്റൊരു കോശാംഗമാണ് ഫേനം അഥവാ വാക്യൂൾ എന്നത്. എന്നാൽ ഈ വാക്യൂള് നമ്മുടെ പ്ലാന്റ് സെൽസിൽ ഇച്ചിരി കൂടെ വലുതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് പ്ലാന്റ് സെൽസിൽ കുറച്ചും കൂടി ഏരിയ കൂടുതൽ കവർ ചെയ്തതായിട്ടാണ് നമ്മുടെ ഈ വാക്യൂൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആനിമൽ സെൽസിൽ വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് വാക്യൂൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് പൊതുവെ പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും തമ്മിൽ കാണുന്ന വ്യത്യാസമെന്ന്, അതായത് ജനറലായിട്ട് ഇവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രമേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.